ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. രാവിലെ ഇപ്പോൾ പള്ളിപ്പോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇത്തിരി വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പൊടി വെച്ചിട്ട് ചെയ്യുന്ന വെള്ളയപ്പം. അപ്പോൾ ഈ പള്ളിപ്പോക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ഇത്തിരി പൊങ്ങൽ കൂടിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ കടലക്കറി നമ്മൾ തലേദിവസത്തെ ഉള്ളതുകൊണ്ട് തന്നെയും കറി വെക്കേണ്ട ആവശ്യമില്ല, വന്നിട്ട് ഈ വെള്ളയപ്പം കൊണ്ട് ചുട്ടാൽ മാത്രം മതി. അപ്പോൾ രാവിലെ ഒരു കപ്പ് അരിപ്പൊടി, പത്തിരിയുടെ അരിപ്പൊടി, 1 സ്പൂൺ ചോറും, 1 ടീസ്പൂൺ പഞ്ചസാരയും, 1/4 ടീസ്പൂൺ ഉപ്പും, ഇത്തിരി വെളിച്ചെണ്ണയും ഈസ്റ്റും ചൂടുവെള്ളവും കൂടി നമ്മൾ കലക്കി മിക്സിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വൈകുന്നേരത്തേക്കും ചായയുടെ കൂട്ടത്തിൽ ഇത്തിരി അപ്പമൊക്കെ കഴിക്കണത് പപ്പക്കും എനിക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ പണികൾ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം കിച്ചൺ കൗണ്ടർ ടോപ്പ് നിങ്ങൾ തുടച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ സ്പ്രേ ചെയ്യണത് എന്താണെന്ന് ഇപ്പോൾ മിക്കവരും ചോദിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. ഈ ഒരു സർഫസ് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കോളിൻ പോലത്തെ തന്നെ ഒരു സാധനം. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഭയങ്കര ചീപ്പായിട്ടാണ്. കോളിന് ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു പകുതി പോലും വില ഈ ഒരു 3 ബോട്ടിലിന് 1500 ml ആണ് 3 ബോട്ടിലെന്ന് പറഞ്ഞത്. 1/2 ലിറ്ററിൻ്റെ 3 ബോട്ടിലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഞാനങ്ങനെ മേടിച്ചിട്ട് 3 ബോട്ടിലും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മേടിക്കാൻ നോക്കുമ്പോഴൊക്കെയും അതിൽ സ്റ്റോക്കില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് സ്റ്റോക്കേ ഇല്ല. കോളിൻ മേടിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ വിനാഗിരിയും വെള്ളവും കൂടിയാണ് സാധാരണ സ്പ്രേ ചെയ്ത് തുടക്കണത്. പക്ഷേ ഈ ഒരു സംഭവം അടിച്ചിട്ട് ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട്. പിന്നെ ആണെങ്കിൽ പല്ലി പോകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ വിനാഗിരിയുടെ സ്മെല്ല് ഇത്തിരി കൂടുതൽ വന്നാലേ പല്ലി പോകുള്ളൂ. അപ്പോൾ വിനാഗിരിയുടെ സ്മെല്ല് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കും എന്താണ് വിനാഗിരിയുടെ മണം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലീനെ ഓടിക്കുന്നത് പപ്പക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ പല്ലി വല്ലാതെ നമ്മൾ ആക്രമിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പല്ലിയുടെ എച്ചിലൊക്കെ കിടക്കുന്നത് കാണാം. അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ നമ്മുടെ തറയിലൊക്കെ ഇങ്ങനെ ഫ്ലോറിൽ കൂടി നമ്മളെപ്പോഴും ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഇത്തിരി നേരം ഒന്ന് വിട്ടു നിന്നിട്ട് പിന്നെ കൂടി ചെന്ന് കഴിഞ്ഞാൽ പല്ലി കിടന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേടിച്ച് ഓടിപ്പോണതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം സ്പ്രേ ചെയ്തിട്ടാണ് കിച്ചണും വർക്ക് ചെയ്ത് ഞാൻ തുടച്ചിരുന്ന് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ബോട്ടിലിൻ്റെ അകത്ത് കുറച്ച് കംഫർട്ട്, നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ വിനാഗിരിയും വെള്ളവും, ഞാൻ സാധനം ഉപയോഗിക്കണ വിനാഗിരിയും വെള്ളവും, പിന്നെ ഈ കംഫർട്ട് ഒരു സ്മെല്ല് കിട്ടാനും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കുക. ഒരു വളരെ കുറച്ച് ഒഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പത വരരുത് കിട്ടും. പത വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്ലീനിങ് ബുദ്ധിമുട്ടാണ്. അതൊക്കെ തുടച്ച് നിൽക്കണം. അപ്പോൾ 1-2 തുള്ളി ഈ പാത്രം കഴുകണ ലിക്വിഡും കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യണത്. അതും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വിനാഗിരിയുടെ സ്മെല്ല് അറിയാതിരിക്കാനാണ് ഞാൻ കംഫർട്ട് ഇട്ടത്. അപ്പോൾ വിനാഗിരിയുടെ സ്മെല്ല് വരുമ്പോൾ ഇവിടെ അപ്പം തന്നെ ചോദിക്കും എന്താ വിനാഗിരിയുടെ മണമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ കംഫർട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. പല്ലി അത്യാവശ്യം കാണുന്നുമില്ല. പല്ലി ഇത് മണം കേട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വന്നിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊന്നും പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ചിക്കൻ ഇരിക്കുന്നുണ്ട്, ഫിഷ് ഉണ്ട്, പച്ചക്കറികളുണ്ട്. കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ പച്ചക്കറികൾ കുറച്ചധികം മേടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഇതുവരെയും തീർന്നിട്ടില്ല. അതിങ്ങനെ നമ്മൾ അംഗങ്ങൾ കുറവല്ലേ, ഞാനും പപ്പയല്ലേ പച്ചക്കറി കഴിക്കണുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ റോജറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ തീരും. അപ്പോൾ അങ്ങനെ ഞാൻ കറി വെക്കാനായിട്ട് വന്നപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. വെളിച്ചെണ്ണ തീർന്നിരിക്കണേണ്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്. അതെൻ്റെ ശ്രദ്ധയിൽ പെടാതെ, അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടാൽ തന്നെയും ചിലപ്പോൾ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് പിന്നെ മറന്നു പോകും. അങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ പിന്നെ ഓടിപ്പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ പൊട്ടിച്ച് ഒഴിക്കേണ്ടിയൊക്കെ വന്ന് എനിക്കത് ഏറ്റവും മടിയും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ കുക്ക് ചെയ്യണ സമയത്തായിരിക്കുള്ളൂ എണ്ണയില്ലാന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ ഞാൻ തേങ്ങ നേരത്തെ ഇത് ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. വേഗം തേങ്ങയൊക്കെ എടുത്ത് പാലൊക്കെ പിന്നെ അന്നത്തെ മാങ്ങയുടെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നത് അതും കൂടി ഇട്ടിട്ട് ഈ ഒരു അയിലക്കറി വെച്ച്. അപ്പോൾ നമ്മൾ അയില ഒന്ന് മേടിച്ചിട്ട് 2 ഭാഗം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം ഒന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ ഭാഗമാണ് നമ്മൾ മാങ്ങയിട്ട് വെച്ചത്, 3ാമത്തെ ഭാഗമാണ് ഇപ്പം വെച്ചത്. അതോടുകൂടി തീർന്ന്. അപ്പോൾ റിച്ചാർഡിന് ഇന്ന് പുലാവ് ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. അവന് വെജിറ്റബിൾ ഇങ്ങനെ കറികളായിട്ടൊന്നും അവൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടിട്ട് ചോറിനെ കൂടി അങ്ങനെ പുലാവായിട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു വെജിറ്റബിളൊക്കെ ഉള്ളിലേക്ക്
ചെല്ലുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചാണ് പുലാവും ഞങ്ങൾക്ക് ചോറും മീൻ കറിയും, പിന്നെ തലേ ദിവസം നമ്മൾ ബ്രിഞ്ചാളൊക്കെ വെച്ചിട്ട് കറി വെച്ചതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കൂടുതൽ പണികളില്ല. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. ഇനിയുള്ളത് റിച്ചാൻ്റെ പുലാവ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അത് വളരെ ഈസിയാണ്. പച്ചക്കറിയൊന്നും അങ്ങോട്ട് കട്ട് ചെയ്ത് കൈ കിട്ടിയാൽ പിന്നെ വേഗം ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ട്, നെയ്യ് എന്തായാലും ശരീരത്തിന് നല്ലതാണ് കേട്ടോ. മറ്റുള്ള ഇപ്പോൾ ബട്ടർ ആണെന്നുണ്ടെങ്കിലും ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ, നെയ്യ് നമ്മൾ വെറുതെ ആണെങ്കിലും ഒരു സ്പൂണിൽ കഴിക്കുന്നതൊക്കെ ചില ആളുകൾ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ രാവിലെയൊക്കെ കഴിക്കുന്നതൊക്കെ പറയണ കേൾക്കാം. ഡോക്ടേഴ്സും പറയുന്നത് നെയ്യ് നല്ലതാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അവന് ഒരു വേറെ ഒന്നുമില്ലല്ലോ അതിനകത്ത്. അപ്പോൾ പച്ചക്കറികളും നെയ്യും ഈ ഒരു സോസുകളൊന്നും ചേർക്കണില്ലല്ലോ. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സോസുകൾ ചേർത്തിട്ടാണ്, അത് നമ്മളുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ അവന് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് എങ്കിൽ തന്നെ ഞാൻ എപ്പോഴും പറയട്ടെ, ഈ സോസ് ഇട്ടിട്ട് എപ്പോഴും കഴിക്കല്ലേ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവനിപ്പോൾ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറയാറില്ല, പുലാവ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് മുഴുവൻ മസാലയൊക്കെ പൊട്ടിച്ച് ഇത്തിരി പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇത്തിരി റൈസിൻസും നട്ട്സും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളുടെ പച്ചക്കറിയും കൂടി എടുത്ത് അതൊന്ന് പതിയെ ഒന്ന് വഴറ്റിയാൽ മതി. കാരണം റൈസിൻ്റെ ഒപ്പത്തിൽ അത് വെള്ളത്തിൽ കിടന്ന് വെന്തോളും. അപ്പോൾ കൂടുതലൊന്നും വഴറ്റണ്ട. ആ ഒരു കരിയും പച്ച പോലെ ഇരിക്കണതൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട മേടിക്കൽ കുറച്ചിട്ടുണ്ട്. കാരണം മുട്ട എപ്പോഴും ഇങ്ങനെ കഴിക്കാനധികം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ 24 മുട്ട മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒക്കെ മുട്ടയുടെ ആ മഞ്ഞ കരുവില്ലേ, ആ ഇതിൽ തൊണ്ടിൽ പറ്റി പിടിച്ചിരിക്കണം. നമ്മളിങ്ങനെ കുടഞ്ഞാൽ പോലും പോരാത്ത രീതിയിൽ വെള്ളം വറ്റിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു 12 മുട്ട മേടിച്ചാൽ മതി. അപ്പോൾ അത് വേഗം തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്. കാരണം ഇപ്പം മുട്ട അങ്ങനെ ഉപയോഗിക്കണില്ല അധികം. ചൂട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇവിടെ ഫ്രൈഡേ വരെ ചൂടുണ്ടാകുന്നില്ല. ഫ്രൈഡേ രാത്രി കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് വിയർത്ത്. പിന്നെ സാറ്റർഡേ സൺഡേ മൺഡേ ഒക്കെ നല്ല ചൂടായി കഴിഞ്ഞ്. അപ്പോൾ റൂബി കുഞ്ഞ് സൺഡേ ഒരു ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഇത്തിരി നേരം ഒന്ന് കതപ്പ് കാണിച്ച് അതിനുശേഷം പിന്നെ അങ്ങനെ കതച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ചൂടുണ്ട്. രാത്രിയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചൂടുണ്ട്. പക്ഷേ റൂബി കുഞ്ഞ് വലിയ ബുദ്ധിമുട്ട് കൂടാതെ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചൂടാണല്ലോ വരണത്. അപ്പോൾ അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ വേഗം ഒന്ന് അങ്ങോട്ട് തീർത്തിട്ട് പുറത്തേക്ക് ചാടാനാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഈ റൈസ് അങ്ങോട്ട് വെള്ളം തിളച്ച് റൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിളച്ചാൽ സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ റൂബിയുടെ ചിക്കനും കൂടിയിട്ട് അവിടെ വേവിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എനിക്കും പപ്പക്കും വേണ്ടിയിട്ടുള്ള ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലാണ് ഭൂരിഭാഗം ചോറ് വെക്കണത്. കാരണം മിക്കവാറും തന്നെ റിച്ചാന് പുലാവ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ചൂടാക്കി കൊടുക്കലൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 ആൾക്കായിട്ടുള്ള റൈസ് ഒരുപാടധികം വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുക്കറിലൊക്കെ തന്നെ ഒരു നഴി അരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ പുതിയ ഈ ഒരു മോപ്പ് ഹെഡ് ഇന്നലെ മോപ്പ് സ്റ്റിക്ക് മേടിച്ചാൽ കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെ ആ മോപ്പ് ഹെഡില്ലേ ഇതുപോലെ തൂങ്ങി ഇങ്ങനെ കിടക്കണേ. അതിൻ്റെ അർത്ഥം ഒറ്റ ലെയറേ ഉള്ളതെന്നാണ്. പക്ഷെ അങ്ങനെ തൂങ്ങി കിടക്കണ മോപ്പ് ഹെഡ് വെച്ച് തുടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്നിങ്ങനെ ആകും. പക്ഷേ എൻ്റെ കയ്യിലുള്ളതെല്ലാം നല്ല തിക്കായിട്ടുള്ള മോപ്പ് ഹെഡുകളാണ്. പിന്നെ എന്തുണ്ടെങ്കിൽ ഇത് കോട്ടൻ്റെതാണ്. കോട്ടൻ്റെ വെച്ച് തുടക്കുമ്പോഴത്തേക്കും കൂടുതൽ തിക്കാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒരു ലെയർ മാത്രം ഇട്ടേക്കണം. പക്ഷേ ഇത് വെച്ച് തുടക്കാൻ നല്ലൊരു എളുപ്പമാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഉള്ളത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ ആ ഒരു ഫുൾ സെറ്റ് സ്കോച്ച് ബ്രൈറ്റാണ്. അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്കോച്ച് ബ്രൈറ്റിൻ്റെ മേടിക്കണതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ ഒരു 6-7 മേടിച്ചിട്ടുണ്ട് ഇവിടെ. അതിലേറ്റവും നന്നായിട്ട് തോന്നിയത് സ്കോച്ച് ബ്രൈറ്റ് തന്നെയാണ് കേട്ടോ. 1200 രൂപ എന്തോന്ന് സ്കോച്ച് ബ്രൈറ്റിൻ്റെ വില. അതിൻ്റെ ഈ മോപ്പ് സ്റ്റിക്കൊക്കെ നല്ല ഹെവിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ, അതായത് പൊക്കവുമുണ്ട്, നല്ല നീളത്തിലുള്ള സ്റ്റിക്കുമാണ്. പിന്നെ പെട്ടെന്നൊന്നും കേടാവില്ല. ഇപ്പം നമ്മളിത് മേടിച്ചിട്ട് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ആ മോപ്പ് സ്റ്റിക്ക് കേടായേക്കണത്. അപ്പോൾ ബക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ലതാണ്. അതുകൊണ്ട് ബക്കറ്റ് ഞാൻ മാറ്റിയില്ല. ഈ മോപ്പ് സ്റ്റിക്ക് ഏതാണ്ട് 240 എന്തോ ആയിട്ട് മേടിച്ചാണ്. കൂടിയ മോപ്പ് സ്റ്റിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ മേടിക്കുക. അപ്പോൾ അത് മൈക്രോ ഫൈബറിൻ്റെയാണ് അതിൻ്റെ മോപ്പ് ഹെഡ് വന്നതല്ല. ഞാനിപ്പോൾ ഒരു 6 മോപ്പ് ഹെഡിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമൊക്കെ മൈക്രോ ഫൈബറിൻ്റെ ആയിരുന്നു കേട്ടോ. അത് വെള്ളം പിടിക്കാത്ത ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ വെള്ളം പോയിട്ട് അങ്ങനെ. അപ്പോൾ ഇത്
ഈ പറഞ്ഞ പോലെ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് തുടക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തുടക്കണത്. അപ്പം അങ്ങനെ വേഗം തുടക്കൽ കഴിഞ്ഞേട്ടാ. അങ്ങനെ എല്ലാം ക്ലീനായി. അപ്പം നമ്മളുടെ ചോറ് വാർത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ജോലികളെല്ലാം തീർന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെയും വൈകിട്ടും എന്തായാലും തുടക്കും കേട്ടോ. 12 മണിയായപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്നൊന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പ മുകളിൽ ഇത്തിരി ജോലിയാണ്. പപ്പയുടെ എന്തോ പേപ്പറുകൾ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ട് പപ്പ അത് നോക്കിക്കൊണ്ടിരിക്കണേണ്. റിച്ചാർഡ് പഠിച്ചുകൊണ്ടിരിക്കണുണ്ട്. അപ്പം ഞാനവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ കിടന്നാണ്ട് ഇത്രയും നേരം നമ്മൾ ജോലി ആയിരുന്നല്ലോ, നമ്മൾ വിയർത്തിരിക്കണേല്ലേ. അപ്പോൾ രാവിലെ എഴുന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇത് എല്ലാം ചെയ്യണത്. അതിനുശേഷം വീണ്ടും ഞാൻ കുളിക്കും കേട്ടോ. അങ്ങനെയാണ് ഒരു ഉച്ചയോടുകൂടി കുളിച്ചുടുപ്പ് മാറലാണ് ഇപ്പോഴത്തെ പതിവ്. അപ്പം നല്ലൊരു സുഖം കിട്ടും നമുക്ക്. ഒരു പകുതി സമയമാകുമ്പോൾ രാവിലെ കുളിച്ച് പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ കുളിച്ചുടുപ്പ് മാറുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം തോന്നും കേട്ടോ. അപ്പം നമ്മളുടെ റൂബി കുഞ്ഞിന് ചിക്കൻ തണുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചിക്കനെല്ലാം നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറുമ്പ് കയറണേ. എവിടെ നിന്നാണ് ഈ ഉറുമ്പ് വന്ന് ഇവളുടെ ചിക്കനിലേക്ക് കയറണമെന്ന് അറിയാം. പഞ്ചസാര അവിടെ വെറുതെ ഇരുന്നാൽ പോലും ഉറുമ്പ് കയറില്ല. പക്ഷേ ഈ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉറുമ്പ് കയറി നിറച്ച് ഉറുമ്പായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ ചിക്കൻ നമ്മൾ എവിടെയെങ്കിലും പൊക്കി എടുത്ത് വെക്കലാണ് പതിവ്. അങ്ങനെ ഞാൻ ദിവാങ്കോട്ടിൽ എടുത്ത് വെച്ചിട്ട് ഫാന് വിട്ടിട്ടായിരുന്നു തണുക്കാൻ വേണ്ടി വെച്ചത്. പക്ഷേ ഇവളെന്ത് ചെയ്താലും ഒറ്റയ്ക്ക് കഴിക്കൂലല്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. കരൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താനെ എടുത്ത് കഴിക്കോട്ടെ, കരൾ ഇഷ്ടമാണ്. അല്ലാതെ പീസുകളൊന്നും അവൾക്ക് വാരി കൊടുക്കാതെ കഴിക്കൂല. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും അവൾ അവിടെ നോക്കിയിരുന്നോളും. അവസാനം വിശന്ന് തളർന്ന് മാറിക്കിടന്ന് ഉറങ്ങും. അതാണ് ശീലം. അല്ലാതെ വിശന്ന് കഴിയുമ്പോൾ താനെ എടുത്ത് കഴിക്കും എന്നൊക്കെ എല്ലാവരും നമ്മളെടുത്ത് പറയൂലേ. അതൊന്നും റൂബി കുഞ്ഞിന് ബാധകമല്ല. റൂബി കുഞ്ഞിന് വിശന്ന് തളർന്നവിടെ ഇരുന്ന് അവസാനം അവിടെ കിടന്നിങ്ങോട്ട് ഉറങ്ങും. അതാണ് ആൾ ചെയ്യണം. അതുകൊണ്ട് ദേ വാരി കൊടുക്കണേന് ഞാൻ. അപ്പോൾ മോളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പപ്പയും താഴത്തോട്ട് വന്ന് അങ്ങനെ പിന്നെ പപ്പയുടെ അടുത്ത് ഞാൻ ഇരുന്നിട്ട് അങ്ങനെ സംസാരിച്ചിരുന്ന് റൂബി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കിടക്കണേണ്. കാരണം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി അവിടെ കിടക്കണേ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് പപ്പയുടെ ഫ്രണ്ട് വന്നിട്ട് പപ്പനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പായിട്ട് നീണ്ടു നിവർന്ന് ഫാനും വിട്ട് അങ്ങോട്ട് കിടന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ സ്ഥിരം ഇവിടെ പായിട്ട് കിടപ്പായിരിക്കുള്ളൂ. ഞാനും പപ്പയും സ്ഥിരമായിട്ട് ഇവിടെ പായിട്ട് കിടക്കും. കാരണം ഇവിടെ കിടക്കുമ്പോൾ നല്ലൊരു സുഖമാണ്, നല്ല ഒരു കാറ്റും തണുപ്പും ഒക്കെ കിട്ടും നമുക്ക്. റൂബി കാണുന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ തറയിൽ കിടക്കാം. അപ്പോൾ അവൾക്ക് തണുപ്പും കിട്ടും, ഗേറ്റിലെ കാഴ്ച കാണാം, ആര് വന്നാലും കുറച്ച് ഓടാം. ഇതൊക്കെയാണ് അവളുടെ ഇഷ്ടങ്ങൾ. അങ്ങനെ അവൾ അവിടെ കിടന്ന് കുറേ നേരം കഴിഞ്ഞ് പപ്പയൊക്കെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് വന്ന് അത് കഴിഞ്ഞത് ഞാൻ ഊണെടുത്ത് വെച്ച്. അപ്പം നമ്മുടെ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഉച്ചക്ക് പുറത്തുനിന്ന് പനീറിൻ്റെ കറി മേടിക്കാമെന്ന്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കറി. കുംബാവയെന്ന് അങ്ങനെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. കുംബാവയുടെ ചിക്കനാണ് സ്ഥിരമായിട്ട് ഇതുപോലെ 2 മേടിക്കണത്. അപ്പോൾ ഈ 2 മേടിക്കണത് ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് അവർ 2 മേടിക്കുന്നത്. ശരിക്കും 1 മതി. അപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് 2 മേടിക്കുമ്പോഴാണ് ഓഫർ ഉള്ളത്. അപ്പോൾ അവൻ 2 മേടിക്കും. ഇത്തവണ കൊണ്ടുവന്ന അപ്പോൾ അതെന്തോ മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഗ്രേവി എല്ലാം പോയിട്ട് ഇതിങ്ങനെ കിട്ടിയത്. അങ്ങനെ കുഴപ്പമില്ലയെന്ന് പറഞ്ഞിട്ട് അവൻ കഴിച്ചേട്ടാ. അങ്ങനെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനും എടുത്ത് കഴിച്ചു നോക്കി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ഇതൊന്നും കഴിച്ചില്ല. ഞാൻ ആകെപ്പാടെ സാമ്പാർ ഉണ്ടായിരുന്നു, തലേദിവസത്തെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ റിച്ചാനാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്കൊന്ന് ചിക്കൻ ഒഴിവാക്കാമെന്നും പറഞ്ഞിട്ടാണ് പനീർ മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രോസറിയുടെ ഒരു ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് വന്ന് അപ്പോൾ അത് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പ്രാവശ്യത്തെ ഗ്രോസറിയുടെ വില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ വില കാണിക്കുന്നത്. പഞ്ചസാര 43 രൂപ. പിന്നെ ഒരു ലിപ് ബാം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് 21 രൂപ. പിന്നെ ബിങ്കോൻ്റെ ഒരു ചിപ്സ് 31 രൂപ. എലൈറ്റ് ഡബിൾ റോസ്റ്റഡ് റവ 35 രൂപ 1/2 കിലോ. ബൂസ്റ്റ് 1 കിലോയാണ് 496. പിന്നെ ഇതേ സ്മാർട്ട് വാഷ് മേടിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ. സ്മാർട്ട് വാഷ് അല്ല, മറ്റേ കംഫർട്ട് പോലത്തെ ഇത് ഫാബ്രിക് സോഫ്റ്റ്നർ. അത് 1 ലിറ്റർ 133 രൂപ. ഞാനിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ മാത്രം മേടിച്ചത്. പിന്നെ ഇത് റേസിൻസാണ് 66 രൂപ. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഡിറ്റർജൻറ്റ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ 2 ലിറ്ററിന് 153 രൂപ. പിന്നെന്താ
ഓട്സ് 1 കിലോ 135 രൂപ, ഇതും ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. മൈദ 53 രൂപ 1 കിലോ, അതും ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. 10 സാധനം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഓട്സ് ഇത് റിച്ചാർഡിന് മേടിച്ചത് ബിങ്കോ. പിന്നെ ഇതാ ബോക്സ് കണ്ടെയ്നറോട് കൂടിയിട്ടുള്ളത് ഉണ്ടാ. കണ്ടെയ്നർ കഴിഞ്ഞ തവണ മേടിച്ചത് റോജർ കൊണ്ടുപോയി, അടുത്ത കണ്ടെയ്നർ വേണമെങ്കിൽ അവന് എന്നെ കൊടുക്കാമല്ലെന്ന് വിചാരിച്ചു. പിന്നെ ഈ സിപ്പറും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് സ്മാർട്ട് വാഷിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻറ്റ്. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് 2 ലിറ്ററിൻ്റെ മേടിക്കാമെന്ന് വെച്ചാൽ 2 ലിറ്ററിൻ്റെ കുറച്ചും കൂടി വില കുറവാണ്. അപ്പോൾ അതൊരെണ്ണം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫാബ്രിക് കണ്ടീഷണർ പഞ്ചസാര, റവ, മൈദ, റൈസിൻസ്. ഇത്തവണ 60 രൂപയുടെ കുറവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ 1 രൂപയുടെ പ്രൊഡക്ട്സ് ഒന്നും ഇപ്പം ഇല്ല. 60 രൂപയാണ് കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ച ഫാബ്രിക് സോഫ്റ്റ്നർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, മൺഡേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലതാണ്. ആ വിലക്ക് അത് നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കംഫർട്ടിന് കുറച്ചുകൂടി കടുത്ത മണമുണ്ട്, അതിൻ്റെ ഇരട്ടി വിലയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല. കാരണം ഞാൻ ഈ വിപ്രോൻ്റെയൊക്കെ ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തിരി വില കുറവ് കണ്ടിട്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് അതിനേക്കാളും ഒക്കെ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്തവണയില്ലേ നമ്മളുടെ ഈ ഗ്രോസറി കൊണ്ടുവന്ന ആളുകൾ 3 പേരുണ്ടായിരുന്നു ലോറിയിൽ വന്നിട്ട്. അവർ സാധനങ്ങൾ നമ്മൾക്ക് തന്നിട്ട് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ബേക്കറി എങ്കിലും ഉണ്ടാ ചേട്ടാ, ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ടില്ല, വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടാൻ വഴിയില്ല, വഴിയിലൊക്കെ കടകൾ അടച്ചിട്ടേക്കണേന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ വീട്ടിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല 3 പേർക്കും. അങ്ങനെ പിന്നെ ഞാൻ വേഗം ടാങ്കൊക്കെ കലക്കിയെടുത്ത് അതും പിന്നെ നമ്മൾ പഴം മേടിച്ചിട്ട് എടുത്തിട്ടേ ഉണ്ടാവില്ല, ആ പഴമൊക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ട് ഇത് തൽക്കാലം കഴിച്ചിട്ട് നിൽക്കുക, എവിടെയെങ്കിലും കട കാണുമ്പോൾ പിന്നെ സാവധാനം മേടിച്ചിട്ട് കഴിച്ചാൽ മതിയല്ല എന്തെങ്കിലും. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിട്ടാണ്. കാരണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും മേടിക്കാനൊക്കെ കടകളിൽ നിന്നൊക്കെ മിക്കതും ക്ലോസ് ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷമൊക്കെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒത്തിരി സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർക്ക് തിരക്കുമാണ്. അതിൻ്റെ ഇടക്ക് കണ്ടുപിടിച്ച് നോക്കി നടന്നൊക്കെ മേടിക്കാനുള്ള സമയവും അവർക്കില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചൂട് സമയം തുടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷം മിക്ക വർഷങ്ങളും ഞാൻ ഇവർ എന്തെങ്കിലും ഡെലിവറി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇവരുടെ ഫോൺ വരുമ്പോൾ തന്നെ ഇത്തിരി നാരങ്ങ വെള്ളമോ എന്തെങ്കിലും ഒന്ന് കലക്കി വെച്ചേക്കും. അതിൻ്റെ ഭൂരിഭാഗം പേർക്ക് ഞാൻ കൊടുക്കാറുണ്ട് വരുമ്പോൾ. കാരണം അത്രയും വെയിലത്താണ് അവർ പറഞ്ഞത്. അവർ ജീവിക്കാൻ വേണ്ടി എങ്ങനെ വെയിലും ഒന്നും വകവെക്കാതെ നടക്കുന്ന പിള്ളേരാണ്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിൽ ഒരു വെള്ളം പോലും കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഡെലിവറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കലക്കി വെച്ചേക്കുക, എന്നിട്ട് വരുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇന്നലത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ കാണിച്ചില്ലേ ഈ ഒരു ഷീറ്റ് മേടിച്ചത്, ഇത് ഇത്രയും വലുതാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഇന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇത് വളരെ ചീപ്പാണ് കേട്ടോ, എത്ര 200 രൂപ എത്രയേ ഉള്ളൂ. നല്ല വലിയ ഒരു ഷീറ്റ് തന്നെയാണ്. അപ്പോൾ അതേതായാലും ഞാൻ 2 പീസാക്കി എടുത്തിട്ടാ. ഒരു പീസ് ഇട്ടിട്ട് ഇനി ഇത് കേടാകുമ്പോൾ മറ്റേത് ഇടാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടാ. പിന്നെ ഞാൻ 3-4 ചുരിദാറിൻ്റെ ടോപ്പുകൾ മാത്രം ഇടും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ആണെല്ലാം, ഇനിയിപ്പോൾ ചൂട് കാലമല്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ കോട്ടൺ ടോപ്പുകൾ 250 രൂപ 260 രൂപ വിലയുള്ള ടോപ്പുകളുണ്ട്. അത് ഞാൻ നാളെ കാണിക്കാം. അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഷേപ്പ് ചെയ്തൊക്കെ ഇട്ടിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റിയ ഒത്തിരി ടോപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കോട്ടൻ്റെ ടോപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ 4 മേടിച്ചേക്കണത്.
പിന്നെ അങ്ങനെ മുകളിൽ ചെന്നതിലെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഗ്രൗണ്ടിലൊക്കെ പണി നടക്കണതൊക്കെ ഒന്ന് നോക്കണതൊക്കെ ഈ സമയത്താണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കല്ല് പാകലും പുല്ല് പിടിപ്പിക്കലും ഒക്കെ ആയിട്ട് വളരെ സ്ലോയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സ്ലോ ആകുന്തോറും നമ്മളിവിടെ പൊടിയോട് പൊടിയാണ്. ഞങ്ങൾ അയൽവാസികൾ തമ്മിൽ ഈ പൊടിയുടെ കഥയെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തൊരു പൊടിയാണ്, എന്തൊരു പൊടിയാണ്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണേണ്. പപ്പ ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് നനച്ച് കഴുകി കളഞ്ഞതാണ്. പപ്പ വേർത്ത് നിൽക്കണേണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ജോലിക്കാരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ പപ്പ ജോലിക്കൊന്നും പോകാതെ നിൽക്കണോണ്ട് തന്നെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. അപ്പോൾ അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കിയ കഥയൊക്കെയാണ് പപ്പ പറയണത് കേട്ടോ. ഇനിയിപ്പോൾ റൂഫൊന്ന് കഴുകാനുണ്ട്. അപ്പോൾ റൂഫിനെ അടുത്ത ദിവസം കഴുകാം. എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റൂഫിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് പൊടി വന്ന് വീണിട്ട് അതൊന്നാമത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ താഴെ നമ്മൾ നിൽക്കുമ്പോൾ മുകളിലിങ്ങനെ പൊടി കിടക്കണം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴുകണം. അങ്ങനെ എല്ലായിടത്തും കഴുകിയും പിടിച്ചും നടക്കാനേ നേരമുള്ളൂ. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ ഇത് തന്നെ വന്ന് പറയും, എന്തോരം പൊടിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ വീട് ഉള്ളിലേക്ക് കയറിയിട്ടല്ലേ ഇരിക്കണത്, അപ്പം ഞങ്ങളുടെ അത്രയും പൊടിയില്ലെന്നാണ് അവർ പറയണത്. അപ്പം നമ്മൾക്ക് പൊടി കൊണ്ട് സഹിക്കാൻ പറ്റില്ലെന്നാണ് നമ്മളും പറയണത്. അപ്പോൾ അവരുടെ വീട്ടിലത് ഇതിനേലും ഭീകരമായിരിക്കുമെന്ന് തോന്നണം. ഏതായാലും കഴുകലും തുടക്കലും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലും തുടക്കണം, താഴെയും തുടക്കണം. മുകളിലത്തെ കാര്യം പപ്പ നോക്കിക്കോളും. അതുകൊണ്ട് പിന്നെ മുകളിലേക്ക് കയറി തുടക്കലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പപ്പ ജനലും ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി അതെല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ കഴുകിയിട്ട് ഇവിടെ ഫ്ലോറെല്ലാം തുടച്ചിട്ടാണ് ആ വേർത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള പണിയാണല്ലോ കൂടുതൽ ചെയ്യണം. താഴെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 2 തവണ തന്നെ തുടക്കാനുണ്ട്. പിന്നെ നമ്മളുടെ പാചകം, തുണി മടക്കൽ, തുണി വിരിക്കൽ, അലക്കില്ല, അതൊരു സമാധാനം. പക്ഷേ എനിക്ക് അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അലക്കാൻ എനിക്ക് ഈ അലർജി ഉണ്ട്, എൻ്റെ കൈക്കൊക്കെ അലർജി വരും. അപ്പോൾ അതുകൊണ്ട് ഡിറ്റർജൻറ്റിലൊന്നും ആക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അലക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ താഴേന്ന് കുറേ തുണികൾ മുകളിക്കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തുണികളെല്ലാം കൂടിയിട്ട് ഒന്ന് മടക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് വെക്കാനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ച് അതിനുശേഷം ഇത് കട്ട് ചെയ്തതൊന്ന് മടക്കി അലമാരിലേക്ക് മാറ്റാനാണ് കേട്ടോ. ഇനി പിന്നീട് നമുക്ക് ഉപയോഗിക്കാമല്ലോ വെച്ചാൽ അപ്പോൾ ഒരു പീസ് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മടക്കി ഏതായാലും അലമാരിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അലമാരി തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷൈവയുടെ ബ്രായുടെ ഒരു ബോക്സ്, നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് ബ്രാ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ബ്രാകളും വലിയ സൈസാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്, കാരണം ഈ ചൂട് സമയത്ത് ഇത്തിരി ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഈ ഒരു ബ്രായാണ് ഞാൻ സൺഡേ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല സുഖമായിരുന്നു കേട്ടോ. ഈ നെറ്റിൻ്റെ ബ്രാ നല്ല നമുക്ക് ചൂടും എടുക്കില്ല, നമുക്ക് എങ്ങനെ ഇരുന്നാലും ടൈറ്റ് ആകില്ല. അങ്ങനത്തെ ഒരു ഇത് കാണാനും നല്ല അടിപൊളി. അധികം വിലയൊന്നുമില്ല, എത്രയോ 80 രൂപ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ ഇതിൻ്റെ വില. അധികം വിലയൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഷേപ്പും എല്ലാം ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇട്ടിട്ട് നമുക്ക് നല്ല ഈ ചൂട് സമയത്തൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. അപ്പോൾ മിക്കതും ഇത്തിരി വലിയ സൈസാണ് കേട്ടോ. ചൂട് സമയത്താകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായി നിൽക്കണത് ഇടാതിരിക്കണേ നല്ലത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ചൂട് ഏതായാലും തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് താഴേക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് നോക്കിയതാണ് കേട്ടോ. എല്ലാം കോട്ടൺ തന്നെയാണ്. ഇത് 2 തുണിയൊക്കെ ഉള്ളതാണ്. മറ്റേ മെറൂൺ എടുത്തതൊക്കെ ഒരു തുണിയേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ നമുക്ക് അധികം ചൂടുണ്ടാവില്ല. പിന്നെയാണെങ്കിൽ എപ്പോഴും ഞാൻ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഷൈവ തന്നെ യൂസ് ചെയ്യണത്. ഏറ്റവും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയൊരു ബ്രായാണ്. അതിന് മുൻപ് എനിക്കൊരു ബ്രാൻഡ് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ബ്രാൻഡിൻ്റെ ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ നിർത്തിക്കളഞ്ഞെന്ന് അവർ പറഞ്ഞാൽ. നമ്മൾ ഷീമാട്ടിൽ നിന്നൊക്കെയാണ് അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് ബ്ലോസം ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സംഭവം ഇപ്പോൾ വരണില്ല. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് എത്ര 700 രൂപയൊക്കെ ആയിരുന്നു അന്നൊക്കെ. 500, 600, 700 ആ ഒരു റേഞ്ചിലായിരുന്നു ആ ഒരു ബ്രായുടെ വില ഉണ്ടായിരുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ. അപ്പോൾ ഈ ഷൈവ കിട്ടിയതിന് ശേഷം പിന്നെ വേറെ എങ്ങും ഞാൻ അലഞ്ഞ് നടന്നിട്ടില്ല. ഇത് നല്ല സൂപ്പറാണ്, നമുക്ക് വളരെ കംഫർട്ടബിളാണ്. ഈ ഒരു റൂമായിരുന്നു മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാനും പപ്പ ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. റൂബി വന്നതിന് ശേഷമാണ് നമ്മൾ താഴേക്കൊക്കെ മാറിയത് കേട്ടോ. കാരണം റൂബിനെ മോളിൽ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂബി നമ്മളറിയാതെ താഴെ മറിഞ്ഞ് വീണ് എന്തെങ്കിലും അപകടം വരുമോ എന്നൊക്കെയുള്ള ഒരു പേടി. അങ്ങനെ താഴേക്കൊക്കെ മാറി. പിന്നെയാണെന്നെങ്കിൽ കുട്ടികളൊക്കെ അങ്ങോട്ട് വലുതായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് അങ്ങനെ റൂമായിട്ട് നമുക്ക് അടച്ചിട്ടിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. കാരണം ഇപ്പോൾ താഴെ റിച്ചാർഡ് കിടക്കുന്ന സമയത്താണെങ്കിലും റിച്ചാർഡ് ഞങ്ങളുടെ താഴെയുള്ള ബെഡ്റൂമിൽ വന്നിട്ടാണ് രാത്രിയാണെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെ വരണത്. അപ്പോൾ അത് നമ്മൾ തുറന്ന് തന്നെ ഇടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവസി ഇല്ലാത്ത അങ്ങനെ കിടക്കാൻ അത് പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പപ്പക്ക് എപ്പോഴും റൂമൊക്കെ
അടച്ചിട്ട് കിടക്കണതിന് ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പപ്പ മുകളിലേക്ക് ഈ റൂമിലേക്ക് മാറ്റി പപ്പയുടെ ഡ്രസ്സുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. കാരണം റിച്ചാൻ്റെ ഡ്രസ്സാണ് ഞാൻ കിടക്കുന്ന റൂമിൽ നിറയെ എല്ലാ ദിവസവും ഇടാനുള്ള ഡ്രസ്സുകൾ തേച്ച് തൂക്കിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരുടെയും കിടപ്പുകളൊക്കെ അങ്ങോട്ട് മാറി. പിന്നെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ നമ്മളങ്ങനെ റൂമൊക്കെ അടച്ചിട്ട് കിടക്കുന്നത് അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പ്രായമായ മക്കളുള്ള വീട്ടിൽ മാതാപിതാക്കൾ കുറച്ച് നിയന്ത്രണം വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മുകളിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിന്നപ്പോൾ എനിക്ക് തന്നെ പഴയ ഓർമ്മകളിലേക്ക് വന്നു. കാരണം ഈ ഒരു റൂമിൽ ഞാൻ പായിട്ടിട്ട് വന്ന് ഈ ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു പണ്ട്. അപ്പോൾ ആ ജനലിന് ഒരു ഡോറ് വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ തൊട്ടിപ്പുറത്തൊരു ഡോറുള്ള സ്ഥിതിക്ക് അവിടെ ഒരു ഡോറിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്